Hello everyone. So today we are going to focus on IELTS reading material of academic. First let's need to learn about the basic structures or basic strategies of IELTS reading. So നമുക്ക് total 40 questions ആണ് IELTS readingൽ വരുന്നത്. സോ ഈ 40 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഹവേഴ്സ് എന്ന് പറയുമ്പോൾ ടൈം എന്ന് പറയുന്നത് 1 hour ആണ് വരുന്നത്. സോ ഈ 1 hourൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ മെയിൻലി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യേണ്ടി വരും. 3 long passages will be there for your IELTS reading. സോ ടോട്ടൽ നിങ്ങൾക്ക് കിട്ടുന്നത് 12 ഡിഫറെന്റ് കോമൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് IELTS എക്സാമിൽ. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വൺ ഓഫ് ദി കോമൺ ക്വസ്റ്റ്യൻ ദാറ്റ് യു ആർ ഗോയിങ് ടു സീ ഇൻ യുവർ IELTS എക്സാം. ദാറ്റ് ഈസ് അവർ ലിസ്റ്റ് ഓഫ് ഹെഡിങ്. സോ ലിസ്റ്റ് ഓഫ് ഹെഡിങ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലിസ്റ്റ് ഓഫ് ഹെഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ലിസ്റ്റ് ഓഫ് ഹെഡിങ്ങിന് മുമ്പായിട്ട് നമുക്ക് എങ്ങനെയായിരിക്കണം നമ്മൾ IELTS റീഡിങ്ങിന് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും പറയണം. അപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഓർ ലൈക്ക് ഒരു പാസേജ്, ഇപ്പോൾ ഒരു പാസേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു പാസേജിൽ സ്കിം ആൻഡ് സ്കാനിങ് എന്ന് പറയും. ഇപ്പോൾ ബേസിക് ഒരു ടിപ്പ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി നമ്മൾ IELTS റീഡിങ്ങിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്കിമ്മിങ്ങും സ്കാനിങ് ആണ്. സോ വാട്ട് ഈസ് മീൻ ബൈ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്? സോ സ്കിമ്മിങ് എന്ന് പറയുമ്പം നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ ഫുള്ള് മൊത്തത്തിൽ വായിച്ച് മൊത്തം മനസ്സിലാക്കാന്നല്ല, നമ്മൾ മെയിൻ ആയിട്ടൊരു ഐഡിയ എന്താണ് ആ ഒരു പാസേജിൽ പറയുന്നത് നമുക്ക് ഐഡിയ അറിഞ്ഞിരിക്കണം. പിന്നെ സ്കാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കണം നമ്മൾ വായിക്കേണ്ടത്. സോ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ്ലി ഏത് ഭാഗത്താണ് നമ്മുടെ ഈ ഒരു പാസേജിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ അത് കണ്ടുപിടിക്കണം. അപ്പോൾ അതുവരെ ചെയ്യുന്ന ഒരു നമ്മൾ ചെയ്യുന്ന ആ ഒരു വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കിമ്മിങ് എന്ന് പറയുന്നത്. വയൽ സ്കാനിങ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡിൽ എവിടെയാണോ ആൻസർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പൊസിഷൻ എത്തുന്ന സമയത്ത് ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ നിങ്ങൾ സ്കാൻ ചെയ്യുക. ക്ലോസ് റീഡിങ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കാനിങ് എന്ന് പറയുന്നത്. സോ അപ്പാർട്ട് ഫ്രം ദിസ് വി കൻ ആൾസോ സേ നമ്മുടെ കീവേഡ്സ്. സോ കീവേഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം കീവേഡ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇഫ് എ ക്വസ്റ്റ്യൻ ഇൻ യുവർ ക്വസ്റ്റ്യൻ യു മൈറ്റ് സീ സം വേർഡ്സ്, റൈറ്റ്? സോ ദീസ് വേർഡ്സ് മൈറ്റ് ബി സിമിലർ ഇൻ യുവർ പാരഗ്രാഫ് ഓൾസോ, ഐ മീൻ ഇൻ ദ പാസേജ് ഓൾസോ. സോ ഈ ഒരു പാസേജിലേക്ക് വരുന്ന സമയത്ത് ഈ കീവേഡ്സ് എന്ന് പറയുമ്പോൾ മൈറ്റ് ബി നമ്മുടെ ആ സെയിം വേർഡ് തന്നെ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സിനനിംസ് ആയിട്ടായിരിക്കും കാണാം. അപ്പോൾ സിനനിംസും കീവേഡ്സും അതുപോലെ സ്കിമ്മിങ്ങും സ്കാനിങ്ങും ആണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മെയിൻ ആയിട്ടൊരു IELTS റീഡിങ്ങിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ടിപ്സ് എന്ന് പറയുന്നത്. സോ ടുഡേ ഐ ആം ഗോയിങ് ടു ഡിസ്കസ് ദ ലിസ്റ്റ് ഓഫ് ഹെഡിങ്. സോ ലിസ്റ്റ് ഓഫ് ഹെഡിങ്ങിൻ്റെ ഒരു ചെറിയൊരു പാസേജ് ഞാൻ എന്നെടുത്തിട്ടുണ്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു പാസേജ് വഴി നമുക്ക് എന്ത് ലിസ്റ്റ് ഓഫ് ഹെഡിങ് എങ്ങനെ ഫോക്കസ് ചെയ്യാം എന്നുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഐ ഹാവ് ടേക്കൺ എ പാസേജ്. സോ ഇറ്റ്സ് നെയിം ഈസ് യൊറൂബ ടൗൺ. സോ യൊറൂബ ടൗണിൻ്റെ ഒരു പാസേജ് ആണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മുടെ ലിസ്റ്റ് ഓഫ് ഹെഡിങ് എന്ന് പറയുമ്പം എങ്ങനെയായിരിക്കും, കുറേ ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ ഈ ലിസ്റ്റ് ഓഫ് ഹെഡിങ്ങിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഓരോ പാരഗ്രാഫിനും യു നീഡ് ടു പുട്ട് എൻ ഹെഡിങ്, ഒരു ഹെഡിങ് കൊടുക്കണം. സോ അതിനുള്ളൊരു കുറേ ലിസ്റ്റ് ഓഫ് ഹെഡിങ്സും അതുപോലെ തന്നെ ഓരോ സെക്ഷൻ ബേസ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ സെക്ഷൻ എ യു നീഡ് ടു റൈറ്റ് ആൻസർ, സെക്ഷൻ ബിക്ക് നിങ്ങൾക്കൊരു ഹെഡിങ് കൊടുക്കണം. അപ്പം എത്രയാണോ പാരഗ്രാഫ് വരുന്നത്, അപ്പം ഒരു പാരഗ്രാഫിന് വരുന്ന എല്ലാത്തിനും നിങ്ങൾ ഹെഡിങ് കൊടുക്കുക എന്നതാണ് നിങ്ങളുടെ ലിസ്റ്റ് ഓഫ് ഹെഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് പാരഗ്രാഫ് ഐ എം ഗോയിങ് ടു റീഡ് ദ യൊറൂബ ടൗൺസ് ഫസ്റ്റ് പാരഗ്രാഫ്. The Yoruba people of Nigeria classify their towns in two ways. Permanent towns with their governments are called Ilu, whereas temporary settlements set up to support work in the country are Aba. So although Ilu tend to be larger than Aba, distinction is not one of size. Some Aba are large while declining Ilu can be small. But of purpose, there is no typical Yoruba town, but some features are common to most towns. So we need to put a heading for this paragraph. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ലിസ്റ്റ് ഓഫ് ഹെഡിങ് ഏറ്റവും മാച്ച് ആയിട്ടുള്ള ഹെഡിങ് നമ്മൾ ഇതിന് കൊടുക്കണം. സോ വി ഹാവ് സം ലിസ്റ്റ് ഓഫ് ഹെഡിങ് ഗിവൺ. സോ വിച്ച് ആർ ടൗൺ ഫെസിലിറ്റീസ്, colonization, urban divisions, architectural home styles, types of settlements, historical foundations, domestic arrangements, city defenses, the residence of the rulers, government buildings. So what do you need to do from this? So you need to pick the best
heading for this paragraph. So നമ്മളിത് വായിക്കുന്ന സമയത്ത് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന കോണ്ടന്റ് എന്താണ്, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ലിസ്റ്റ് ഓഫ് ഹെഡിങ്ങിൽ. അതിൽ മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണ്? സോ ഫ്രം ദിസ് പാരഗ്രാഫ് വി ക്യാൻ സീ ദാറ്റ് ഇപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് പെർമനന്റ് ടൗൺ സെറ്റിൽമെന്റും അതുപോലെ ടെമ്പററി സെറ്റിൽമെന്റ്സും ആണ്. അപ്പോൾ ഫസ്റ്റ് പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഇലു, ദേ കോൾഡ് ഇറ്റ് ആസ് ഇലു, വൈൽ അബ ഈസ് ദി ടെമ്പററി സെറ്റിൽമെന്റ്സ്, റൈറ്റ്? അപ്പോൾ അതിന്റെ കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. സോ ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാകാം ഇറ്റ്സ് ടൈപ്സ് ഓഫ് സംതിങ് ലൈക്ക് ടൈപ്പ് ഓഫ് സെറ്റിൽമെന്റ്സ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ വായിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ സോ മൈൻഡിൽ നമ്മൾ തന്നെ ഒരു ഇമാജിനറി ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത്, മെയിൻ ആയിട്ടുള്ള കോണ്ടന്റ് എന്താന്ന് പറയുന്നത് അനുസരിച്ച് നമ്മൾ ഇമാജിനറി ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ അത് ഇതിലേക്ക് മാച്ച് ആവുന്നുണ്ടോ എന്ന്, നമ്മുടെ ഈ ഒരു ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് ലൈക്ക് ദീസ് ലിസ്റ്റിലേക്ക് മാച്ച് ആവുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണ് ചെയ്യേണ്ടത്. സോ അങ്ങനെ ഈ ഇതിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആൻസർ എന്ന് പറയുമ്പോൾ ടൈപ്സ് ഓഫ് സെറ്റിൽമെന്റ്സ് ആണ് ആൻസർ വരുന്നത്. സോ ഈ ടൈപ്സ് ഓഫ് സെറ്റിൽമെന്റ്സ് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റും ഡിഫറെന്റ് സെറ്റിൽമെന്റ്സ് ആണ് പറയുന്നത്, പെർമനന്റ് സെറ്റിൽമെന്റ്സും അതേപോലെ ടെമ്പററി സെറ്റിൽമെന്റ്സ്. അപ്പൊ അതിന് തന്നെ നമുക്ക് ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. സോ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പം ജസ്റ്റ് വായിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബി പാരഗ്രാഫ്. Okay, so I'm going to read that paragraph. In the 19th century, most towns were heavily fortified and the foundation of these walls are sometimes visible. So collecting tolls to enter and exit through the walls was a major source of revenue for the old town rulers, as were market fees. The markets were generally located centrally and in small towns, while in large towns there were permanent stands made of corrugated iron or concrete. The market was usually next to the local ruler's palace. So ഇതിന് മെയിൻ ആയിട്ട് പറയുന്നത് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്തായിരുന്നു, ഇറ്റ്സ് അബൌട്ട് ടൈപ്സ് ഓഫ് സെറ്റിൽമെന്റ്സ്. ആ ഒരു യൊറൂബ ടൗണിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു സെറ്റിൽമെന്റ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബി പാരഗ്രാഫ് ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് പാസ്റ്റ്, ലൈക്ക് ഇൻ ഹിസ്റ്ററിയിലെ കാര്യങ്ങളാണ് പറയുന്നത്. ഇൻ 19th century ഫ്രം ദർ ഇറ്റ്സെൽഫ് വി ഗോട്ട് ദ കീവേർഡ് വേർഡ് ഇറ്റ്സ് അബൌട്ട് ഹിസ്റ്ററി, റൈറ്റ്? സോ നമ്മൾ ഹിസ്റ്ററിയിൽ പറയുന്ന സമയത്ത് അവിടെ എങ്ങനെയായിരുന്നു അവിടുത്തെ ഈ ഒരു ബിൽഡിങ്സും കാര്യങ്ങളും, ഇപ്പം അതുപോലെ തന്നെ വാൾസുകളൊക്കെ എങ്ങനെയായിരുന്നു ഫോർട്ടിഫൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് ഫൗണ്ടേഷൻസും കാര്യങ്ങളും ഹെവിലി മോഡിഫൈ ചെയ്ത ഒരു മെത്തേഡ്സും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന എങ്ങനെയാണ് വാൾസുകളും അതേപോലെ അവിടെയുള്ള ഓരോ, ഇപ്പൊ വേറെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ കോൺക്രീറ്റ് വെച്ചിട്ടാണ് ഈ ഓരോ ടൗൺസും കാര്യങ്ങളും മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കോൺക്രീറ്റ് ഫൗണ്ടേഷൻസ് അതേപോലെ ഫോർട്ടിഫൈഡ് ഇങ്ങനെയുള്ള മോഡിഫിക്കേഷൻസും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ഒരു ബി പാരഗ്രാഫിൽ പറയുന്നത്. സോ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലിസ്റ്റ് ഓഫ് ഹെഡിങ്ങിൽ നമുക്ക് നോക്കുമ്പോൾ ഹിസ്റ്ററിക്കൽ ഫൗണ്ടേഷൻസ് ആണ്. സോ ഹിസ്റ്ററിക്കൽ ഫൗണ്ടേഷൻ മീൻസ് വാട്ട്, ദാറ്റ് ഇസ് എ മോസ്റ്റ് ആപ്റ്റ് ഹെഡിങ് ഫോർ പാരഗ്രാഫ് ബി. സോ ഈ ഒരു ബിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും അവിടെ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ഈ ഭയങ്കര ഹിസ്റ്ററിക്കലാണല്ലോ, ഇറ്റ്സ് 19th century പ്ലസ് നമ്മൾ ഫൗണ്ടേഷൻസ് ഫ്രം ദർ ഇറ്റ്സെൽഫ് വി ഗോട്ട് ദ കീവേർഡ് ഫൗണ്ടേഷൻസ്. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷന് വി ക്യാൻ ഡിപ്പെൻഡ് ഫോർ യുവർ ലിസ്റ്റ് ഓഫ് ഹെഡിങ്. അപ്പോൾ ലിസ്റ്റ് ഓഫ് ഹെഡിങ്ങിന് നമ്മൾ ഈ ഫൗണ്ടേഷൻസും ഹിസ്റ്ററിക്കലും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്തിട്ട് ആൻസേഴ്സിൽ കൊടുക്കാൻ പറ്റും. മെയിൻ ആയിട്ട് കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിൽ, ഹിസ്റ്ററിക്കൽ ഫൗണ്ടേഷൻസ് ആണ്. സോ വെൻ വി മൂവ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ് വിച്ച് ഈസ് അവർ third, C paragraph. The palaces were often very large. In the 1930s, the areas of Oyo's palace covered 13 acres and consisted of a series of courtyards surrounded by private and public rooms. After colonization, many of the palaces were completely or partially demolished. Often the rulers built two-story houses for themselves using some of the palace grounds for government buildings. So നമ്മുടെ കഴിഞ്ഞ പാസേജിൽ ജസ്റ്റ് ചെറിയൊരു ഹിന്റ് തരുന്നുണ്ട്. മാർക്കറ്റ്, ഈ മാർക്കറ്റുകളൊക്കെ ലോക്കൽ റൂളേഴ്സിന്റെ പാലസിന്റെ അടുത്താണ്. സോ നെക്സ്റ്റ് പാരഗ്രാഫ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദി റൂളേഴ്സ്, അല്ലെ? റൂളേഴ്സിന്റെ പാലസസിന്റെ കുറിച്ചാണ്. സോ റൂളേഴ്സ് എങ്ങനെയായിരുന്നു അവിടെ റിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സോ ഫസ്റ്റില് ബിഫോർ കൊളോണൈസേഷൻ എങ്ങനെയായിരുന്നു ഈ ഒരു പാലസ് എന്നുള്ള കാര്യം. അപ്പം അവിടെ ദ പാലസ് വാസ് കവേർഡ് വിത്ത് 17 acres ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ സീരീസ് ഓഫ് കോർട്ടിയേർഡ് സറൗണ്ടഡ് ബൈ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് റൂം. അപ്പൊ അങ്ങനെ ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളായിരുന്നു നമ്മുടെ ഈ ഒരു ഈ പാലസസിന് ഉണ്ടായിരുന്നത്. സോ
ആഫ്റ്റർ കൊളോണൈസേഷൻ എന്ത് സംഭവിച്ചു? ഈ പാലസസ് ഒക്കെ കംപ്ലീറ്റ്ലി ഡിമോളിഷ്ഡ്, അതായത് പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിമോളിഷ്ഡ് ആയിരിക്കുകയാണ്. സോ അതായത് അത് മൊത്തത്തിൽ നഷ്ടപ്പെട്ടു, അതായത് നശിച്ചുപോയി എന്നാണ് പറയുന്നത്. സോ ഓഫൺ ദ റൂളേഴ്സ് ബിൽഡ് 2-story ഹൗസസ്. അപ്പം അതിനുശേഷം അവർ എന്ത് ചെയ്തു? ഈ ബിൽഡിങ്സും കാര്യങ്ങളും, അതായത് അവരുടെ പാലസസും കാര്യങ്ങളും ഡിമോളിഷ് ആയതിനു ശേഷം, ഈ കൊളോണൈസേഷന് ശേഷം അവരവിടെ കുറെ റൂളേഴ്സ് അല്ലെങ്കിൽ ഈ റൂളേഴ്സ് അവരുടെ ഈ ഒരു അവിടെ ഹൗസസ് ഉണ്ടാക്കാൻ തുടങ്ങി. സോ ഇറ്റ് വാസ് ലൈക്ക് 2-story ഹൗസസ് ആയിരുന്നു. സോ അവിടെ ഈ ഒരു 2-story ഹൗസിൽ ഫസ്റ്റ് ഫ്ലോർ അവർ അല്ലെങ്കിൽ അവരുടെ ഗ്രൗണ്ട് ഫ്ലോർ അവർ ഗവൺമെന്റ് പർപ്പസിനും അവരുടെ അപ്പർ ഫ്ലോർ അവരുടെ യൂസേജിനും, ലൈക്ക് ഗവൺമെന്റ് ബിൽഡിങ്സും ഒന്ന് അവരുടെ ഹൗസ് പർപ്പസിനും അവർ യൂസ് ചെയ്തു. അപ്പൊ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഏറ്റവും മാച്ച് ആയിട്ടുള്ള ഹെഡിങ്. സോ ഇതിൽ ബേസിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ലിസ്റ്റ് ഓഫ് ഹെഡിങ്ങിൽ ഇപ്പൊ ഈ ഒരു സെഷൻ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ലൈക്ക് colonization, there is a keyword for colonization. So there is a tendency of students to put the answer colonization. So we need to understand the paragraph very clearly, then only we can easily put our or find our heading for each paragraph. അപ്പോൾ ഇവിടെ colonization കൊടുത്തിട്ടുണ്ട്, government buildings കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ലിസ്റ്റ് ഓഫ് ഹെഡിങ്ങിൽ. സോ they all are the actually like a part of the sentence. അപ്പോൾ കീവേഡ് കാണുന്നത് എല്ലാ കീവേഡ്സും might be not the answers. പക്ഷേ ഈ കീവേഡ് ചിലപ്പോൾ നമ്മളെ സേവ് ചെയ്യാം, but not every time. So first what we need to understand the content, right? So ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും ബെസ്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കുന്നത് ഇപ്പോൾ റെസിഡൻസിലെ അപ്പോൾ റൂളേഴ്സ് ജീവിക്കുന്ന സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ലൈക്ക് എവിടെയാണ് അവരുടെ അവിടെ നിൽക്കുന്ന ഓരോ സ്ഥലങ്ങൾ, അതാണ് ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ വി ക്യാൻ ഗിവ് ദ ബെസ്റ്റ് ഹെഡിങ് ഫോർ പാരഗ്രാഫ് സി, വിച്ച് ഈസ് residence of rulers. So when we move to the next paragraph, which is talking about the town. So the town is divided into different sections. In some towns, these are regular, extending out from the center of the town like spokes on a wheel, while in others, where space is limited, they are more random. The different areas are further divided into compounds like ili. These vary in size considerably, from single dwellings to up to 30 houses. They tend to be larger in the north. Large areas are devoted to government administrative buildings. Newer developments such as industrial or commercial areas or apartment housing for civil servants tend to be built on the edge of the town. Basically, these paragraph is talking about the divisions of the towns. ഇപ്പോൾ ടൗണിനെ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ചില ഭാഗങ്ങൾ എങ്ങനെയാണ്, ഇപ്പോൾ സെൻറ്റർ ഓഫ് ദി ടൗണിൽ മെയിൻ ആയിട്ട് വീൽസും അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു സൈഡിൽ സ്പേസ് ലിമിറ്റഡ് ആണ്, ദേ ആർ മോർ റാൻഡം എന്ന് പറയുന്നു. പിന്നെ ദ ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ഫർദർ ഡിവൈഡ് ഇൻ ടു കോമ്പൗണ്ട്സ് ലൈക്ക് ഇലി, ഇപ്പോൾ ഇലി ആയിട്ട് ബാക്കിയുള്ള ഒരു ഏരിയ ഇലി ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിന് ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ ടൗൺസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സോ ഫ്രം ദീസ് ഇറ്റ് സെൽഫ് വി കൻ understand this paragraph is talking about towns divisions, right? So the most appropriate heading that we can give to the paragraph D, which is urban divisions. അപ്പോൾ ടൗൺസിന്റെ വേറൊരു സിനണിമാണ് urban division. അപ്പോൾ ആസ് ഐ ടോൾഡ് യു ബിഫോർ, നമ്മുടെ റീഡിങ്ങിൽ എപ്പോഴും സിനണിംസ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ എന്താ അതിൽ മെയിൻ കോണ്ടന്റ്, സോ വാട്ട് ഈസ് എ തിങ് ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട്. സോ സം വേർഡ്സ് യു മൈറ്റ് ബി നോട്ട് ഓക്കെ വിത്ത്, ചില വേർഡ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയിലുണ്ടാവില്ല. സോ സ്കിപ്പ് ദാറ്റ്. വാട്ട് you need to understand, you need to understand the whole paragraph, what it is talking, not that simple word. ചില vocabs maybe you are not familiar with, right? അപ്പോൾ അങ്ങനത്തെ വേർഡ്സ് നമുക്ക് ജസ്റ്റ് ആ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇതിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ സെയിം വേർഡ് അല്ല വന്നിരിക്കുന്നത്, ഇറ്റ്സ് ഡിഫറെൻറ്റ്. അപ്പോൾ സിനണിംസും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വായിച്ചിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡിങ് കൊടുക്കുക എന്നാണ് നമ്മുടെ ഈ ഒരു ലിസ്റ്റ് ഓഫ് ഹെഡിങ്ങിൻ്റെ ഒരു ഇത് വരുന്നത്. So next, now let's move to the paragraph E. So houses are rectangular and either have a courtyard in the center or the room come off a central corridor. Most social life occurs in the courtyard. They are usually built of hardened mud and have roofs of corrugated iron or in the countryside thatch. So buildings of these material are easy to alter either by knocking down rooms or adding new ones, and can be improved by coating the walls with cement. Richer people often build their houses of concrete blocks, and if they can afford to build 2-story houses. Within compounds there can be quite a
mixture of building types. Younger, well-educated people may have well-furnished houses, while their older relatives live in mud-walled buildings and sleep on mats on the floor. So from this paragraph, we can simply say that it's talking about the houses. അല്ലെ, ഹൗസസ് എങ്ങനെയാണ് മെയിനായിട്ട് അവരുടെ ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് എങ്ങനെയൊക്കെയാണെന്ന് മെയിനായിട്ട് പറയുന്നത്. സോ ഹൗസസ് ആർ റെക്ടാങ്കുലർ എന്നാണ് പറയുന്നത്. അപ്പം മെയിനായിട്ട് ഹൗസിന്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് ഇപ്പം ഈ ഒരു പാരഗ്രാഫിൽ. അപ്പം സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഹൗസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ആ ഹൗസിന്റെ മെയിനായിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് എങ്ങനെയാണ്. സോ ഇറ്റ് ഈസ് മോസ്റ്റ് വി ക്യാൻ ഗീവ് ദ ഹെഡിങ് വിച്ച് ഈസ് ആർക്കിടെക്ചറൽ ഹോം സ്റ്റൈൽസ്. അപ്പോൾ ഹോമിന്റെ സ്റ്റൈൽസും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആർക്കിടെക്ചറൽ ഹോം സ്റ്റൈൽ ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡിങ് നമുക്ക് ഈ ഒരു പാസേജിന് കൊടുക്കാൻ പറ്റുന്നത്. സോ നെക്സ്റ്റ് വൺ ഇസ് വിച്ച് ഈസ് ദ എഫ് പാരഗ്രാഫ്. The builder or the most senior man gets a room either near the entrance or in a two-storied house next to the balcony. He usually has more than one room, and junior men get a room each, and there are separate rooms for teenage boys and girls to sleep in. Younger children sleep with their mothers. Any empty room are used as storage, let out, or if they face the street, used as shops. So here we can see that it's talking about something happening inside the home. അല്ലേ, ഇപ്പോൾ ഹോമിൻ്റെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടെ എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ആണ് പറയുന്നത്. ലൈക്ക് ജൂനിയർ മാനിന് കിട്ടുന്നത് ഒരു റൂമാണ്, ഈച്ച് റൂം കിട്ടുന്നു. പിന്നെ അതേപോലെ സീനിയേഴ്സ് അല്ലെ, ബോയ്സ് ഗേൾസ് സ്ലീപ്പ് ചെയ്യുന്നത് വേറെ സെപ്പറേറ്റ് റൂമിലാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു അറേഞ്ച്മെന്റ്സ് ആണ്, ലൈക്ക് ഈ ഒരു ഹോമിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു അറേഞ്ച്മെന്റ്സ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇസ് ഡൊമസ്റ്റിക് അറേഞ്ച്മെന്റ്സ്. സോ ഡോണ്ട് എക്സ്പെക്ട് ദ സെയിം വേർഡ് ഇൻ യുവർ ക്വസ്റ്റ്യൻസ് ഓർ ഇൻ യുവർ ലിസ്റ്റ് ഓഫ് ഹെഡിങ്. എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുക, ഒരു ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു വേർഡ്സ് അല്ലെങ്കിൽ അതായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള വേർഡ് ആയിരിക്കും നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ ഹിയർ വി ക്യാൻ ഗിവ് ഡൊമസ്റ്റിക് അറേഞ്ച്മെന്റ്. സോ ഇറ്റ്സ് സിമിലർ ടു വാട്ട് നമ്മുടെ ഹോം അറേഞ്ച്മെന്റ്സിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. സോ ദ ആൻസർ ഈസ് ഡൊമസ്റ്റിക് അറേഞ്ച്മെന്റ്സ്. സോ നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ടു ദ ലാസ്റ്റ് പാരഗ്രാഫ്. So the last paragraph, which is G. Amenities vary. In some towns, most of the population use communal water taps and only the rich have piped water. In others, piped water is more normal. Some areas have toilets, but buckets toilets are common, with waste being collected by a night soil man. Access to water and electricity are key political issues. So the last paragraph, which is talking about the town facilities, right? So what is the meaning of amenities? Amenities എന്ന് പറയുമ്പോൾ എന്താണ്, ഫെസിലിറ്റീസ് ആണ് വരുന്നത്. അപ്പോൾ ഒരു ടൗണിലുള്ള ഫെസിലിറ്റീസ് ആണ് പറയുന്നത്. അപ്പോൾ ഫെസിലിറ്റീസ് മൈറ്റ് ബി വാരി, അത് മേ ബി ചേഞ്ചസ് അല്ലേ, ചേഞ്ച് കാണാൻ പറ്റും. അപ്പോൾ ചില ടൗൺസിൽ ഇതിൽ പറയുന്നത് ദേ ആർ യൂസിങ് കമ്മ്യൂണൽ വാട്ടർ ടാപ്സ് ആണ്, വൈൽ അതേഴ്സ് ആർ യൂസിങ് പൈപ്ഡ് വാട്ടർ. അപ്പം കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എല്ലാവരും പൊതുവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാട്ടർ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. സോ അതേഴ്സ് ആർ യൂസിങ് പൈപ്ഡ് വാട്ടർ. അപ്പോൾ ഇവിടെ ഈ ഫെസിലിറ്റീസിന്റെ വാല്യൂസും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇപ്പം ലൈക്ക് ബക്കറ്റ് ടോയ്ലറ്റ്സ് ഇതൊക്കെ എന്താണ് ഫെസിലിറ്റീസ് ആണ്. ചില ഏരിയാസിൽ ടോയ്ലറ്റ്സ് ഉണ്ട്. ബക്കറ്റ് ടോയ്ലറ്റ്സ് ആർ കോമൺ വിത്ത് വേസ്റ്റ് ബീങ് കളക്റ്റഡ് ബൈ എ നൈറ്റ് സോയിൽ മാൻ. പിന്നെ ബക്കറ്റ് ടോയ്ലറ്റ്സ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ ടോയ്ലറ്റ്സ്, ഫെസിലിറ്റീസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, അങ്ങനെയുള്ള ഓരോ മെയിൻ ഫെസിലിറ്റീസ് ആണ് ഈ ഒരു ജി പാരഗ്രാഫിൽ പറയുന്നത്. അത് ടൗൺ ഫെസിലിറ്റീസ് ആണ്. സോ ദ ആൻസർ ഈസ് ടൗൺ ഫെസിലിറ്റീസ്. സോ അമ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫസ്റ്റിന് നമുക്ക് കിട്ടുന്നുണ്ട് ഫെസിലിറ്റീസ് ആണ്. സോ ദീസ് ആർ ദ headings or the answers of these headings. I mean all the paragraph headings. അപ്പോൾ നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ലിസ്റ്റ് ഓഫ് ഹെഡിങ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് നോട്ട് സിംപ്ലി യു ആർ ഗോയിങ് ടു ഫൈൻഡ് ദ കീവേഡ്സ് കൊണ്ട് മാത്രമല്ല. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട്, അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ്, ഓരോ പാരഗ്രാഫ് എന്താണ് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് പാരഗ്രാഫിലായാലും നിങ്ങൾക്ക് കണക്ഷൻസ് ഉണ്ടാവും. ലൈക്ക് ഒരു പാരഗ്രാഫ് കഴിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ഈ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ്ലി അബൌട്ട് യൊറൂബ ടൗൺ ആണ്. അപ്പോൾ യൊറൂബ ടൗണിന്റെ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവിടുത്തെ ഫെസിലിറ്റീസ്, അവിടെ എങ്ങനെയാണ് ഡിവിഷൻസ്, urban ഡിവിഷൻസ്, ടൗൺ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സെറ്റിൽമെന്റ്സ്, അവിടെ ഉണ്ടായിരുന്ന പാലസസിന്റെ, ഐ മീൻ പാലസ് റൂളേഴ്സിന്റെ ബേസ്ഡ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ടോട്ടൽ ടൗൺസിന്റെ ബേസിക് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഓരോ പാരഗ്രാഫിലും കണ്ടിരിക്കുന്നത്. അപ്പം അതുപോലെ മൈറ്റ് ബി ഒരു പാരഗ്രാഫ് കണക്ട് ചെയ്തിട്ടായിരിക്കും അടുത്തൊരു പാരഗ്രാഫ് വരുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്ക് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കും.
അറിഞ്ഞിരിക്കണം. സോ എന്താണ് ആ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ്ലി പറയുന്നത്, മെയിൻ കോണ്ടന്റ് എന്താണ്, മെയിൻ ആ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ലിസ്റ്റ് ഓഫ് ഹെഡിങ്ങിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസേഴ്സിൽ എത്താൻ പറ്റുള്ളൂ. ആൻഡ് ദ സെക്കൻഡ് ഫാക്ടർ ഈസ് യുവർ കീവേഡ്. ആസ് ഐ ടോൾഡ് യു ബിഫോർ, കീവേഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പാരഗ്രാഫ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പോലെ മൊത്തം വായിച്ചിട്ട് നമുക്ക് സ്കിമ്മിങ് സ്കാനിങ് പോലെയല്ല നമ്മുടെ ഈ ഒരു പാരഗ്രാഫ് ലിസ്റ്റ് ഓഫ് ഹെഡിങ് എന്ന് പറയുന്നത്. മൊത്തം വായിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ആൻസറിലേക്ക് നമ്മളൊരു കൺക്ലൂഡ്, നമ്മൾ തന്നെ ഒരു ക്രിയേറ്റ് യുവർ ഓൺ ഹെഡിങ്. സോ നമ്മൾ തന്നെ വായിച്ചിട്ട് ഇതിൽ എന്താ പറയുന്നത്, നമ്മൾ തന്നെ ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാണ് ഇതിൽ ചെയ്യുന്നത്. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേ സെഷൻസ്. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഹൗ ടു അപ്രോച്ച് ദ ലിസ്റ്റ് ഓഫ് ഹെഡിങ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.